നമസ്കാരം. ഇന്നിപ്പോ നേഷൻ ഫസ്റ്റില് നമ്മോടൊപ്പമുള്ളത് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനറുമായ MA ഇർഷാദാണ്. സാർ നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. നമ്മൾ ഇന്നിപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഇനി ഏതാനും ഒരു മാസം കൂടെ കാലയളവുള്ളൂ. താങ്കളെപ്പോലെയുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പിന്നെ ഈ പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഉദ്യോഗസ്ഥർ താങ്കൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സന്ദേശം, അതായത് ഈ നിങ്ങൾക്ക് കിട്ടാനുള്ള DA ഇനത്തിൽ ഒരു 10% നൽകിയതിന് ശേഷം ബാക്കി DA നൽകാം, ഏപ്രിലോടെ നൽകാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡേറ്റ നിങ്ങളുടെ മൊബൈലിലേക്ക് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശം വരുന്നു. സാർ, ഈ സ്പാർക്ക് ഡേറ്റ എങ്ങനെ ചോർന്നു? എങ്ങനെയാണിത് ചോർന്നത്? അത് ചോർന്നത് തെറ്റല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനൊരു സന്ദേശം വരുമ്പോൾ നിങ്ങളുടെ NGO അസോസിയേഷൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും ഒക്കെ അതിനെതിരെ പിന്നെ ശരിക്കും അപലപിച്ചിട്ടുണ്ട്, അതിനെതിരെ പറഞ്ഞിട്ടുമുണ്ട്. സാർ, ഇത് ഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സോപ്പിടൽ, ഇത്രയും നാൾ കിട്ടാതിരുന്ന DA, നിങ്ങളെപ്പോലെ തന്നെ മറുപക്ഷത്തെ കുറച്ച് ഉദ്യോഗസ്ഥരുമുണ്ട്. ഈ പറയുന്ന രീതിയിൽ വല്ലാതെ സ്തുതി പാടുന്ന ഉദ്യോഗസ്ഥർ. സാർ, എന്താണ് സാർ നിങ്ങൾക്ക് സാർ ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ തോന്നുന്ന ഒരു വികാരം എന്താണ്? കഴിഞ്ഞ 9.25 വർഷക്കാലമായി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേൽ അശനിപാതം പോലെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ട് കടന്നുപോയ ഒരു ഭരണകൂടം മാർച്ച് മാസത്തിൽ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ജീവനക്കാരെ പ്രീണിപ്പിക്കുവാനുള്ള വൃഥാശ്രമമാണ് നടത്തിവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 10% DA അനുവദിച്ചു എന്നതിൻ്റെ മറവിൽ എല്ലാ ജീവനക്കാർക്കും, സംസ്ഥാനത്തെ 6.25 ലക്ഷം ജീവനക്കാർക്ക് സ്പാർക്കിൽ നിന്നും ഡേറ്റ ചോർത്തിയതിന് ശേഷം മെസ്സേജ് അയച്ചിരിക്കുന്ന വാട്സാപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് വാട്സാപ്പ് സന്ദേശം, കരുതൽ അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. അത് തികച്ചും അപലപനീയമാണ്. കാരണം അത് ഔദ്യോഗിക സംവിധാനത്തിന്റെ ദുരുപയോഗമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു പ്രചരണ പരിപാടി നടത്തുവാനുള്ള നിയമപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ഒരു അവകാശവുമില്ല. 6.25 ലക്ഷം പേരുടെ ഡേറ്റ ചോർത്തി എന്നുള്ളത് അവരുടെ സ്വകാര്യതയുടെ മേൽ നഗ്നമായിട്ടുള്ള കടന്നുകയറ്റമാണ്. മാത്രമല്ല, സ്പാർക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ, അവരുടെ വ്യക്തിഗത വിവരങ്ങൾ എങ്ങനെ ഈ ഏജൻസിയുടെ കയ്യിലേക്ക് എത്തി? ഏത് സർക്കാർ ഉത്തരവിലൂടെയാണ് ഈ ഏജൻസിക്ക് ആ ഒരു ഡേറ്റ ലഭിച്ചത്? ഇത് സ്പ്രിംഗ്ലറിന് സമാനമായിട്ടുള്ള ഒരു ഡേറ്റ കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാർ ജീവനക്കാരെ അവരുടെ പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വൃഥാ വ്യായാമം മാത്രമാണ്. ജീവനക്കാർക്കറിയാം ഇത് എന്ന് കിട്ടേണ്ട DA ആണ്. 2023 ജൂലൈ മാസത്തിൽ കിട്ടേണ്ട DA 31 മാസം വൈകിയതിന് ശേഷം ഇപ്പോൾ അനുവദിക്കുമ്പോൾ, അതുപോലെ തന്നെ 2024 ജനുവരി 1 കിട്ടേണ്ട DA 26 മാസം വൈകിയതിന് ശേഷം നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അത് കരുതൽ അല്ലെങ്കിൽ സ്നേഹം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുക? ഇത് കരുതലും സ്നേഹവും ഒന്നുമല്ല, ഇത് പ്രീണിപ്പിക്കുവാനുള്ള ഒരു തെറ്റായ മാർഗം മാത്രമാണ്. ജീവനക്കാരൻ ലഭിക്കേണ്ട DA അത് ജീവനക്കാരന്റെ അവകാശമല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച ഒരു സർക്കാരിന്റെ തലവനാണ് നമ്മോട് പറയുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളോട് കരുതലുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുക? ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ 286 മാസത്തെ ക്ഷാമബത്തയുടെ കുടിശ്ശികയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ ഇതേ മാതൃകയിൽ 68 മാസത്തെ ക്ഷാമബത്ത PF-ലേക്ക് ലയിപ്പിച്ചിട്ട് ആ PF-ൽ നിന്നും നാളിതുവരെ അത് പിൻവലിക്കുവാനുള്ള അവകാശം നൽകാതെ അതിന്മേൽ വിലക്കേർപ്പെടുത്തി രസിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ 1ഉം 2ഉം സർക്കാരുകളുടെ കാലഘട്ടത്തിൽ 354 മാസത്തെ
DA ആണ് ഈ സർക്കാർ കവർന്നെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കാർ ജീവനക്കാരന്റെ, ഒരു സാധാരണ സർക്കാർ ജീവനക്കാരന്റെ, ഏറ്റവും താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരന്റെ 2,70,990 രൂപ കവർച്ച ചെയ്തു കൊണ്ടുപോയ സർക്കാരാണ് കേരളത്തിൽ വാണരുളുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജീവനക്കാരന് 29,25,642 രൂപ, അത്രയും വലിയ കൊള്ളയാണ് ആ ഉയർന്ന വിഭാഗം ജീവനക്കാരിൽ നിന്നും ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. 2.25 ലക്ഷം മുതൽ 29.25 ലക്ഷം വരെ സർക്കാർ ജീവനക്കാരന്റെ പോക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ സ്നേഹമാണ്, കരുതലാണ്, നിങ്ങളോടൊപ്പം കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തള്ളു മാത്രമാണ് എന്നാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും പറയാനുള്ളത്. സാർ, ഇതൊരു തട്ടിപ്പാണ് അല്ലേ സാർ? ശരിക്കും ഒരു തട്ടിപ്പാണ്. ഇത്രയും വലിയ നിങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ശുദ്ധ തട്ടിപ്പ്, നിങ്ങളെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയുള്ള ഒരു വരവ് തന്നെയാണ് അല്ലേ? തട്ടിപ്പ് എന്നുള്ളതിന് അതിന് പര്യായമായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. പ്രത്യക്ഷത്തിലും പരോക്ഷമായും തട്ടിപ്പും കവർച്ചയും നടത്തുന്ന ഒരു ഭരണകൂടമാണ് നമുക്ക് ഇന്ന് സർക്കാർ ജീവനക്കാർക്ക് അനുഭവേദ്യമായിരിക്കുന്നത്. പ്രത്യക്ഷമായിട്ടുള്ള കവർച്ച എന്ന് പറയുന്നത് DAയിൽ കവർന്നു, യഥാസമയം തരാതെ കവർന്നു. DAയുടെ മുൻകാല പ്രാബല്യം തരാതെ കുടിശ്ശിക കവർന്നു. യഥാസമയം ശമ്പള പരിഷ്കരണം നൽകാതെ ശമ്പള പരിഷ്കരണം കവർന്നു. ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കാതെ അത് കവർന്നു. 6 വർഷമായി ലീവ് സറണ്ടർ തരാതെ പറ്റിക്കുന്നു. നമ്മുടെ CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടത് ഭരണകൂടം. മെഡിസെപ്പിന്റെ പേരിൽ പോലും ആദ്യത്തെ 3.5 വർഷക്കാലം 500 രൂപ വെച്ചാണ് നമ്മളിൽ നിന്ന് പിടുങ്ങിയിരുന്നതെങ്കിൽ ഒരു ചികിത്സയും നൽകാത്ത, ഒരു പ്രചരണം മാത്രമായിട്ടുള്ള മെഡിസെപ്പ് എന്ന് പറഞ്ഞ ജീവനക്കാരന്റെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും എല്ലാ മാസവും 687 രൂപ വീതം ഇപ്പോൾ വീണ്ടും കവരുന്നു. പെൻഷൻകാരനിൽ നിന്നുള്ള കവർച്ച നിയമവിരുദ്ധമാണ്. പ്രതിമാസ പെൻഷൻ കിട്ടുന്നവരിൽ നിന്നും 500 രൂപ അവർക്ക് മെഡിക്കൽ അലവൻസ് കിട്ടിക്കൊണ്ടിരുന്നു. അത് നിർത്തലാക്കി സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ആ മെഡിക്കൽ അലവൻസ് പുനഃസ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അധികമായി വീണ്ടും 187 രൂപ കൂടി പെൻഷൻകാരിൽ നിന്നും ഈടാക്കുന്നു. പരോക്ഷമായ തട്ടിപ്പ് നമ്മുടെ ശമ്പള പരിഷ്കരണത്തിന്റെ സർവീസ് വെയിറ്റേജ് ഇവർ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് കുറവ് വരുത്തി. നമ്മുടെ ഇൻക്രിമെന്റ് കേരളത്തിൽ UDF സർക്കാർ, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 230 രൂപ ഉണ്ടായിരുന്ന ഇൻക്രിമെന്റ് 500 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടാണ് പോയതെങ്കിൽ ആ 500 രൂപയിൽ കേവലം 200 രൂപയുടെ വർധനവ് മാത്രം വരുത്തി 700 രൂപ മാത്രമായി, അതായത് ഇൻക്രിമെന്റ് വർധനയിൽ ശോഷണം വരുത്തിയ ഒരു സർക്കാരാണ് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഇനി അതുപോലെ തന്നെ പഴയ പെൻഷനുകളിൽ നമുക്ക് അടുത്ത സ്റ്റേജിൽ ഒരു ഫിക്സേഷൻ കിട്ടുമായിരുന്നു. ആ ഫിക്സേഷൻ എടുത്തു കളഞ്ഞത്, ഒരു ഇൻക്രിമെന്റ് വരെ ഉണ്ടാകാവുന്ന നേട്ടമില്ലാതാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടമാണ്. ഇനി കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബ പെൻഷൻ അത് അനുവദിക്കുന്നതിൽ പോലും വരുമാന പരിധി ഏർപ്പെടുത്തി അത്തരത്തിൽ കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയ ഒരു ഭരണകൂടം, ആ ഭരണകൂടം ഇവിടെ വിചാരണ ചെയ്യപ്പെടും. 9.25 വർഷക്കാലം നമ്മളെ പീഡിപ്പിച്ച ശേഷം, നമ്മളെ ദ്രോഹിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാട്ടുന്ന സ്നേഹം അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല എന്ന് തിരിച്ചറിയുവാനുള്ള എല്ലാ പ്രബുദ്ധതയും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കുണ്ട് എന്നാണ് പറയുവാനുള്ളത്. സർ, ഇപ്പോൾ താങ്കൾ അടങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ നേരിൽ കാണുന്ന ഒരു സംഭവമാണ് നാളിതുവരെ കാണാത്ത രീതിയിൽ IAS ഉദ്യോഗസ്ഥരുടെ പോര്. നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു പ്രക്രിയയാണ്. സർ, എന്താണ് സർ ഒരു മന്ത്രി തലത്തിൽ ഒരു മുഖ്യമന്ത്രി IAS ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ സ്വന്തം ചീഫ് സെക്രട്ടറിയെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഭരണത്തിലെ അമ്പെ പരാജയമല്ലേ? മുഖ്യമന്ത്രിയുടെ
പല വകുപ്പുകൾ, ഇപ്പോൾ ആഭ്യന്തരം മുതൽ ആരോഗ്യം മുതൽ ഇങ്ങേയറ്റം പല വകുപ്പുകളും ഈ IAS ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തൊരു ഭരണകൂടം. എന്താണ് സാർ, അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ആരോഗ്യ രംഗം അത്യാസന്ന നിലയിലായിരിക്കുന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും അതിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഭരണത്തിൽ സർക്കാർ ചെയ്യുന്നത് ജീവനക്കാരന്റെ ഉദ്യോഗസ്ഥരുടെ IAS ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന നടപടികളാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരെ, ഉയർന്ന ഉദ്യോഗസ്ഥരെ വിഭജിപ്പിച്ച് ഭരിക്കുക, അവരിൽ നിന്ന് വിദ്വേഷം വളർത്തുക, അവരിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുക, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും മാത്രം പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം വഴങ്ങിക്കൊടുക്കുക. അതേസമയം നീതിയുക്തമായി കർത്തവ്യ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരോട് ചിറ്റമതയും വെച്ച് പുലർത്തുക, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുക, അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരൻ, ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഉയർന്ന തസ്തികയിലിരിക്കുന്ന സംസ്ഥാനത്തെ ഒരു ജീവനക്കാരൻ, നവീൻ ബാബു എന്ന് പറഞ്ഞ ജീവനക്കാരന്റെ മരണം, ആ മരണത്തിലേക്ക് തള്ളിയിട്ട കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന്. നാം നവീൻ ബാബുവിന്റെ ജീവന് പോലും, ആ കുടുംബത്തിന് പോലും നീതി ലഭിക്കാത്ത ഒരു ഭരണകൂടം, അതായത് നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അമർച്ച ചെയ്യുകയും അവരുടെ മനോവീര്യം കെടുത്തുകയും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ, അവർക്ക് വേണ്ടി നിൽക്കുന്ന, ഈ ഭരണകൂടത്തിന് വേണ്ടി നിൽക്കുന്ന, അതിന്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധത്തെ അവർ പറയുന്നത് ചൊൽപ്പടി എന്നോണം അനുസരിക്കുന്ന ഉദ്യോഗസ്ഥരെ വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും വകവെച്ചു കൊടുക്കുന്ന ആ ഭരണം, അത് കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ് പറയുവാനുള്ളത്. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിയ സർക്കാർ നിങ്ങൾ 9.25 വർഷക്കാലമായി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നില്ല? പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരന് കേരളത്തിൽ മാത്രമാണ് ഗ്രാറ്റുവിറ്റി ലഭിക്കാത്തത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നു. നയാ പൈസ ഗ്രാറ്റുവിറ്റി ഇനത്തിൽ നൽകാത്ത ഒരു സർക്കാർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 9.25 വർഷം മുമ്പ് നടത്തിയ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഇവർ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ളതായിരുന്നു, പഴയ പെൻഷനിലേക്ക് തിരിച്ചു പോകുമെന്നുള്ളതായിരുന്നു. പലവട്ടം പല രീതിയിൽ പല കാലങ്ങളിലായി പഠിച്ചതിന് ശേഷം ഇപ്പോഴിതാ അവസാനം വന്നിരിക്കുന്നു. അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞൊരു സ്കീം നടപ്പിലാക്കുമെന്ന്. അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പങ്കാളിത്ത പെൻഷനാണ്. അപ്പോൾ പങ്കാളിത്ത പെൻഷനെതിരെ താത്വികവും പ്രായോഗികവുമായ നിലപാടുകൾ എടുക്കുകയും പ്രക്ഷോഭത്തിനിറങ്ങുകയും ചെയ്ത ഒരു കൂട്ടം ആളുകളെ ഇപ്പോൾ വഞ്ചിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പുതിയ വേഷത്തിൽ നടപ്പിലാക്കുന്നു. കേരള അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ രീതിയിൽ അതിന്റെ ഗൈഡ് ലൈൻസ് ഉടൻ പുറത്തു വരുമെന്നാണ് ഈ സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെ പഠിച്ച് പങ്കാളിത്ത പെൻഷനെ പ്രണയിക്കുന്ന ഒരു ഭരണകൂടമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ള ദാരുണമായ ചിത്രമാണ്, ദയനീയമായ ചിത്രമാണ് 9.25 വർഷത്തിന് ശേഷം ഈ സർക്കാരിനെ കുറിച്ച് സർക്കാർ ജീവനക്കാരനുള്ളത്. അതുപോലെ തന്നെ 5 വർഷം കേരളത്തിൽ പൂർണ്ണമായി ഭരിച്ച, കാലാവധി തികച്ചു ഭരിച്ച ഏത് ഭരണകൂടവും സംസ്ഥാന സർക്കാർ ജീവനക്കാരന് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. 1970 അധികാരത്തിൽ വന്ന ശ്രീമാൻ അച്യുതമേനോന്റെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. 78 ശ്രീമാൻ PK വാസുദേവൻ നായരുടെ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട്. 83 ശ്രീമാൻ K കരുണാകരന്റെ സർക്കാർ പങ്കാളിത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. 88 ശ്രീമാൻ EK നായനാർ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. 91 17 മാസങ്ങൾക്ക് മുമ്പ്, കാലാവധി തികയുന്നതിന് 17 മാസങ്ങൾക്ക് മുമ്പ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ സർക്കാരാണ് ലീഡർ ശ്രീ K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. പിന്നീട് 98 ശ്രീമാൻ EK നായനാർ നടപ്പിലാക്കിയിട്ടുണ്ട്. 2004 ശ്രീമാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ശ്രീമാൻ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ ഭരണകൂടം ഒഴിയുന്നതിന് മുമ്പ്, കാലാവധി തീരുന്നതിന് മുമ്പ് ഉത്തരവെങ്കിലും ഇറക്കുവാനുള്ള ഒരു സൗമനസ്യം അന്നത്തെ സർക്കാർ കാണിച്ചിട്ടുണ്ട്. 2016
2014 പൂർവ്വകാല പ്രാബല്യത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ സർക്കാരിന്റെ പേരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയന്റെ സർക്കാർ പേരിന് വേണ്ടിയെങ്കിലും ശമ്പള പരിഷ്കരണം 2021 നടപ്പിലാക്കി. എന്നാൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്ന രണ്ടാം LDF സർക്കാർ, തുടർഭരണ സർക്കാർ, കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരന്റെ ശമ്പള പരിഷ്കരണത്തെ നടപ്പിലാക്കാതെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ആദ്യത്തെ സർക്കാർ എന്ന് പറഞ്ഞ ഖ്യാതി ഈ ഭരണകൂടത്തെ തേടിയെത്തും. ഈ ഭരണകൂടത്തെ തിരിഞ്ഞുകൊത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർ, ഈ പെൻഷൻ പ്രായം 60 ആക്കാൻ പോകുന്നു എന്നൊരു വർത്തമാനം പറയുന്നുണ്ട്. അതിനോട് നിങ്ങൾ സർവീസ് സംഘടനകൾ യോജിക്കുന്നുണ്ടോ? ഇവരുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുണ്ടാകുമെന്ന് താങ്കൾ ഉൾപ്പെടുന്ന അസോസിയേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന അങ്ങനെ ഒരു മാറ്റം അവർ ചെയ്യുന്നതായി കരുതുന്നുണ്ടോ സാർ? ഈ 60 വയസ്സ് പെൻഷൻ പ്രായം നിലവിൽ പെൻഷൻ പ്രായം ഏകീകരിക്കുക എന്ന ആവശ്യം മാത്രമേ ഞങ്ങൾ സംഘടനകൾ ഉയർത്തിയിട്ടുള്ളൂ. പെൻഷൻ പ്രായം ഉയർത്തുവാനുള്ള ഒരു ആവശ്യവും സർവീസ് സംഘടനകൾ ഉന്നയിച്ചിട്ടില്ല. അത് സർക്കാരിന്റെ മുൻഗണനയിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കേരളത്തിൽ 56 വയസ്സിൽ പെൻഷൻ ഒരു വിഭാഗം ജീവനക്കാർ പെൻഷൻ പറ്റുമ്പോൾ മറുവിഭാഗം ജീവനക്കാർ 60 വയസ്സിൽ പെൻഷൻ പറ്റുന്നു. മറ്റൊരു വിഭാഗം ജീവനക്കാർ 58 വയസ്സിൽ പെൻഷൻ പറ്റുന്നു. അത് ഏകീകരിച്ച് ഒരുമിപ്പിച്ച് 60 വയസ്സാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഗുണകരമായിരിക്കും. പക്ഷേ ഈ സർക്കാർ അത് ചെയ്യണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ അജണ്ടയുടെ കൂട്ടത്തിൽ 60 വർഷമാക്കണം എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടില്ല. ശാസ്ത്രീയമായി ആ കാര്യം പഠിച്ച് ഒരു തീരുമാനമെടുക്കുന്നത് കേരള സർക്കാരിന് തന്നെ ഉചിതമായിരിക്കും. പെൻഷൻ പ്രായം ഏകീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. സർ, പിന്നെ ഈ ഇവരുടെ കൊടി പിടിച്ചവർക്കും ഇവർക്ക് വേണ്ടി പിന്നെ അവരെ കൂടെ നിന്നവർക്കും ഈ പിൻവാതിൽ നിയമനം നൽകുന്നതായ ഒരു വാർത്തയും അതിനെ അനുകൂലിച്ച് ചീഫ് സെക്രട്ടറി തന്നെ ഓർഡർ ഇറക്കിയതായിട്ടും ഹൈക്കോടതി തടഞ്ഞതായിട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ സർ, ഈ സർക്കാർ ജോലിക്ക് ഒരു വിലയും ഇല്ലാത്ത രീതിയിലാണോ ഇവരുടെ പെരുമാറ്റം? അതുകൂടെ ഒന്ന് പറയാം സർ. അതുകൂടെ പറഞ്ഞ് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പിൻവാതിൽ നിയമനങ്ങൾ നടത്തുവാൻ, ആ പിൻവാതിൽ നിയമനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെ കേരളത്തിലെ പല സർക്കാർ വകുപ്പുകളിലും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ യഥാർത്ഥത്തിൽ 2.25 ലക്ഷം താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഈ 2.25 ലക്ഷം ജീവനക്കാരും യഥാർത്ഥത്തിൽ PSC വഴി നിയമിക്കപ്പെടേണ്ടവരായിരുന്നു. PSC വഴി ലിസ്റ്റിൽ യുവാക്കൾ കടന്നു വരേണ്ടതായിരുന്നു. പക്ഷേ അത് സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി തങ്ങളുടെ പിണിയാളുകളെ കുത്തിനിറച്ചുകൊണ്ട് സർക്കാർ സർവീസിനെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളെയും ഒക്കെ കുഴപ്പത്തിലാക്കുന്ന രൂപത്തിലാണ് സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെയും നിലപാടുകൾ. അത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും തങ്ങളുടെ ഒഴിവുകൾ യഥാർത്ഥത്തിൽ PSC വഴി അത് നികത്തണം എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെയും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെയും സുചിന്തിതമായ അഭിപ്രായം. ഈ നിയമനങ്ങൾ ഒന്നും തന്നെ സ്ഥിരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ക്രമവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ആ ശ്രമത്തെ എതിർക്കുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ഒരു ജനരോഷം, ഒരു യുവജന രോഷമാണ് ഉയർന്നു വരേണ്ടത്. നിർഭാഗ്യവശാൽ ആ യുവജന രോഷം ഇവിടെ കാണുന്നില്ല. 2.25 ലക്ഷം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞപ്പെടുന്നു എന്നാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അത് മുന്നോട്ട് പോകാനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ വലിയ പ്രതികരണം നടത്തേണ്ടത് സർവീസ് സംഘടനകളുടെ മാത്രമല്ല യുവജന സംഘടനയും കൂടി ബാധ്യതയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നന്ദി സർ. മറ്റു വിഷയവുമായി താങ്കളെ തുടർന്നും ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു.